സലിം മാലിക് തിരുവനന്തപുരത്തും ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. സലിം, സംസ്ഥാനത്താകെ UDFന്റെ തേരോട്ടം എന്ന് തന്നെ പറയാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ തലസ്ഥാന നഗരത്തിൽ, അതായത് തിരുവനന്തപുരം കോർപ്പറേഷൻ അടക്കം പിടിച്ചെടുത്ത് BJP നടത്തിയ മുന്നേറ്റം അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിജയമായി, ഒരു ചരിത്ര വിജയമായി മാറുന്നു. ഒപ്പം ഇടത് കോട്ടകളെല്ലാം തന്നെ തകരുന്നു എന്നൊരു സ്ഥിതിവിശേഷം കൂടി ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനുണ്ട് എന്നുള്ളതാണ്. ഏത് രീതിയിലാണ് നേതാക്കൾ പ്രതികരിക്കുന്നത്? ഉണ്ടായ വിജയം അത് പ്രതീക്ഷിച്ചതിലും അപ്പുറമാണ് എന്ന് ചില നേതാക്കൾ പറയുന്നത് നമ്മൾ കേട്ടതാണ്. അതോടൊപ്പം LDFനേറ്റ തിരിച്ചടി അത് ഏത് രീതിയിലാണ് പാർട്ടി CPIM വിലയിരുത്തുന്നത്? തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നതിന് പിന്നാലെ തിരിച്ചടിയുണ്ടായത് LDFനാണ്. UDFനെ സംബന്ധിച്ചിടത്തോളം തിളക്കമാർന്ന വിജയമുണ്ടായി എന്നുള്ളത് മാത്രമല്ല, ഒരു തരംഗ സ്വഭാവത്തിലുള്ള വിജയമാണ് എല്ലാ മേഖലകളിലും, സമസ്ത മേഖലകളിലും ഉണ്ടായത്. BJPക്കും തിരുവനന്തപുരം നഗരസഭയിലെ വിജയത്തോടുകൂടി തന്നെ വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയുകയും ചെയ്തു. അതിന് പിന്നാലെ വരുന്ന നേതാക്കളുടെ പ്രതികരണത്തിൽ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങളിൽ തന്നെ വളരെ കരുതലോടുകൂടി പ്രതികരിക്കുന്ന UDF നേതാക്കളെയാണ് ആദ്യഘട്ടത്തിൽ തന്നെ കണ്ടത്. ഒരു വലിയ വിജയം, ഗ്രാമ നഗര വ്യത്യാസങ്ങളില്ലാതെ ഒരു വലിയ വിജയം നേടിയതിനു ശേഷവും ഈ നേതാക്കൾ തമ്മിലുള്ള പ്രതികരണത്തിലൊരു കരുതലുണ്ടായിരുന്നു. തങ്ങൾ നേരത്തെ തീരുമാനിച്ചതിലോ കരുതിയതിലോ വലിയ വിജയമാണ് ഉണ്ടായത് എന്നുള്ളതാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്ന് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വാക്യം തന്നെ ശ്രദ്ധേയമാണ്. അതായത് ഈ വലിയ വിജയവും ഞങ്ങൾ പഠിക്കും എന്നുള്ളതാണ്. പരാജയങ്ങൾ മാത്രം പഠിച്ചാൽ പോരാ, ഈ വലിയ വിജയം എങ്ങനെ ഉണ്ടായി എന്നുകൂടി പഠിക്കുമെന്നാണ്. കാരണം ഇന്നലെ വരെയുള്ള കണക്കുകൂട്ടലിൽ പോലും ഗ്രാമപഞ്ചായത്തുകളിൽ ഈ UDFന് ജില്ലാ പഞ്ചായത്തുകളിലും നഗരസഭകളിലുമൊക്കെ നേട്ടമുണ്ടാക്കാൻ കഴിയുമ്പോഴും ഗ്രാമപഞ്ചായത്തിൽ നേട്ടമുണ്ടാക്കാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു UDFന്റെ തന്നെ ഒരു വിലയിരുത്തൽ. അതല്ലെങ്കിൽ ഒപ്പത്തിനൊപ്പം എന്ന നിലയിലേക്ക് എത്തുമെന്നായിരുന്നു. പക്ഷേ അതിനെയൊക്കെ മറികടന്ന് 500 സീറ്റും 500 പഞ്ചായത്തുകളും മറികടന്ന് മുന്നോട്ട് പോകാനുള്ള UDFന് കഴിഞ്ഞു. അത് വലിയ ആശ്വാസമാണ്. പ്രത്യേകിച്ചും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ എന്ന നിലയിൽ വിലയിരുത്തപ്പെട്ട ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ആശ്വാസമാണ് UDFനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഏറെ വർഷങ്ങൾക്ക് ശേഷമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത്രയും തിളക്കമാർന്ന വിജയം UDFന് നേടാനും കഴിഞ്ഞിട്ടുള്ളത്. ടീം UDFന്റെ വിജയം എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. UDF ക്യാമ്പാകെ സന്തോഷത്തിലാണ് എന്നുള്ളതായിരുന്നു സണ്ണി ജോസഫ് പറഞ്ഞത്. അപ്പോഴും തിരുവനന്തപുരം നഗരസഭയിലും BJP അധികാരത്തിലേക്ക് എത്തുമ്പോഴും UDFനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ 10 സീറ്റ് മാത്രം ഉണ്ടായിരുന്നിടത്തു നിന്നാണ് മികച്ച നേട്ടത്തിലേക്ക് എത്താൻ കഴിഞ്ഞത് എന്നുള്ളതും UDFനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസമാണ്. വളരെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞതും, ഒപ്പം കാര്യമായ സാധാരണഗതിയിൽ കോൺഗ്രസിലോ UDFിലോ ഉണ്ടാകുന്ന അത്രയും പ്രശ്നം ഈ ഘട്ടത്തിൽ ഉണ്ടാകാതിരുന്നതുമൊക്കെ ഈ വലിയ വിജയത്തിന് കാരണമായി എന്നുള്ളതാണ് ഇപ്പോൾ UDF ക്യാമ്പ് കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഈ തരംഗം തുടർന്നും കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ ഇതിനോടകം തന്നെ ആരംഭിക്കും എന്നുള്ളതാണ്. അതിൻ്റെ സൂചനകളുമായി ബന്ധപ്പെട്ട കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ ഉൾപ്പെടെ UDFിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ശ്രമങ്ങൾ ഇതിനോടകം തന്നെ ആരംഭിക്കും. മാത്രമല്ല, ജനുവരിയോടുകൂടി തന്നെ മറ്റൊരു ഘട്ടത്തിലേക്ക്, നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ ഘട്ടത്തിലേക്ക് കടക്കാനാണ് UDF ആലോചിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട UDF സംസ്ഥാനത്തൊട്ടാകെ ജാഥ നടത്തുക എന്നതുൾപ്പെടെയും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയം ഉൾപ്പെടെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് സംസ്ഥാനത്തൊട്ടാകെ ജാഥ നടത്തുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ആലോചനയിലാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്നാൽ തങ്ങൾ എന്തൊക്കെ ചെയ്യും എന്നത് സംബന്ധിച്ച ഒരു പത്രിക ജനങ്ങൾക്ക് മുൻപിൽ ജനുവരിയിൽ വെക്കുമെന്നും പ്രതിപക്ഷ നേതാവ് പറയുകയായിരുന്നു. ആ നിലയിൽ വലിയ ആത്മവിശ്വാസം UDFനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. LDFനെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായി ഏറ്റ ഈ തിരിച്ചടി വലിയ ആത്മപരിശോധനയ്ക്ക് വഴിവെക്കുന്നതാണ്. പ്രത്യേകിച്ചും പല കോട്ടകളിലും ഇടറി വീഴുന്ന കാഴ്ചയാണ് കണ്ടത്. നാളുകളായി 50 വർഷത്തിലധികമായി കുത്തകയാക്കി വെച്ചിരുന്ന പഞ്ചായത്തുകളിൽ പോലും പരാജയപ്പെട്ടു എന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ അപ്രതീക്ഷിതമായ തിരിച്ചടിയിൽ എന്തുകൊണ്ടത് സംഭവിച്ചു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും LDF പരിശോധിക്കും. ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും കോൺഗ്രസ്, വിശിഷ്യ കോൺഗ്രസ് എടുത്തു കഴിഞ്ഞാൽ ഒരു ബാക്ക് ടു ബാക്ക് വിന്നാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മികച്ച വിജയം, അതിന് പിന്നാലെ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെ വിജയം, ഏറ്റവും ഒടുവിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഒരു അപ്രതീക്ഷിത വിജയം പലയിടങ്ങളിലും കിട്ടി എന്നുള്ളതാണ്. ഒരു പക്ഷേ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ പോലും ജയമുണ്ടാക്കാൻ UDFന് കഴിഞ്ഞു, കോൺഗ്രസിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലായി ഒരുപാട് നാളുകൾ കടന്നുപോയിട്ടുണ്ട് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന്. ഗ്രൂപ്പ് വഴക്കുകൾ അതിന്റെ ഏറ്റവും പാരമ്യത്തിലേക്ക് വന്നത് നമ്മൾ കണ്ടു. ഒരുപാട് നേതാക്കൾ ആരോപണ വിധേയരാകുന്ന ദൃശ്യം നമ്മൾ കണ്ടതാണ്. പക്ഷെ അതൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ വിലപ്പോയില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് UDFിന് ജനങ്ങൾ വോട്ട് ചെയ്തത് എന്ന രീതിയിലുള്ളൊരു ആത്മപരിശോധന അത് സ്വാഭാവികമായിട്ടുണ്ട്. പക്ഷേ അതായിരിക്കാം തങ്ങളുടെ ഒരു വിന്നിംഗ്, ഒരു സീക്രട്ട് എന്ന് കണ്ട് അത് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ അതേപോലുള്ള കാര്യങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ആത്മപരിശോധന എന്തിനാണ് ജനങ്ങൾ വോട്ട് ചെയ്തത് UDFന് എന്ന രീതിയിൽ നേതാക്കൾ അതിനെ കാണുന്നുണ്ടോ, കണ്ടു തുടങ്ങിയിട്ടുണ്ടോ? സലീം.
തീർച്ചയായും UDF-ന്റെയും LDF-ന്റെയും ക്യാമ്പിൽ ഈ ആത്മപരിശോധന ഇതിനോടകം തന്നെ നടക്കുന്നുണ്ട്. കാരണം UDF പോലും പ്രതീക്ഷിക്കാത്ത വിജയം എന്നുള്ള നിലയിൽ എങ്ങനെ ഈ വലിയ വിജയം ഉണ്ടായി എന്നുള്ള ഒരു ആത്മപരിശോധന UDF ക്യാമ്പിലും തുടർച്ചയായുള്ള തെരഞ്ഞെടുപ്പുകളിലെ UDF വിജയം എങ്ങനെ സംഭവിക്കുന്നു എന്നത് LDF ക്യാമ്പിലും ആത്മപരിശോധന നടത്തും. അത് കേവലം ഈ ഇക്കഴിഞ്ഞ ലോക്സഭ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലോ അതിനു മുൻപുള്ള നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലോ മാത്രമല്ല, സംസ്ഥാനത്ത് കഴിഞ്ഞ കുറേ നാളുകളായി നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടന്നിരുന്ന ഉപതെരഞ്ഞെടുപ്പുകളിലും അതിന് പിന്നാലെ സംസ്ഥാനത്ത് നടന്ന മറ്റ് ഉപതെരഞ്ഞെടുപ്പുകളിലും ഏറ്റവും ഒടുവിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും പിന്നാലെ എത്തിയ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലും UDF-ന് വലിയ വിജയങ്ങൾ നേടാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ സംസ്ഥാനത്തുണ്ടായ ഉപതെരഞ്ഞെടുപ്പുകളിലും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകളിലുമൊക്കെ UDF-ന് വലിയ തിളക്കമാർന്ന വിജയം നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊക്കെയും ഈ UDF ഒരു ഘട്ടത്തിൽ ഒരു പരിധിക്കപ്പുറത്തേക്ക് ആത്മവിശ്വാസം UDF-ന് തന്നെ ഉണ്ടായിരുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേൺ എല്ലാ കാലത്തും UDF-ന് അനുകൂലമായിരുന്നു എന്നുള്ളതാണ്. ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ വിജയിക്കുന്നതൊക്കെ UDF-ന്റെ പ്രധാനപ്പെട്ട കോട്ടകളാണ്. നിലമ്പൂരിലാകട്ടെ അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യമാണ് എന്നുള്ളതായിരുന്നു. അത് LDF-ന്റെയും അതേ വിലയിരുത്തലായിരുന്നു. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പോടുകൂടി എന്തായാലും കാര്യങ്ങൾ മാറുന്നുണ്ട്. കാരണം ഏതെങ്കിലും നിലയിലുള്ള UDF-ന്റെ കോട്ടകളിലല്ല UDF തന്നെ ഈ തിളക്കമാർന്ന വിജയം നേടിയിട്ടുള്ളത്. കാലങ്ങളായുള്ള ഇടത് കോട്ടകൾ ഉൾപ്പെടെ കടമുഴകിക്കൊണ്ടാണ് UDF-ന് മികച്ച വിജയം കേരളത്തിൽ നേടാനായത്. അത് ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട മേഖലകളിലല്ല, നഗരസഭയിൽ കോർപ്പറേഷനുകളിൽ ആധിപത്യം, മുനിസിപ്പാലിറ്റിയിൽ ആധിപത്യം, ജില്ലാ പഞ്ചായത്തിൽ ഒപ്പത്തിനൊപ്പം ബ്ലോക്ക് പഞ്ചായത്തിലും ഗ്രാമപഞ്ചായത്തിലും വലിയ ആധിപത്യം എന്നുള്ള നിലയിലാണ് 500 കടന്ന് ആകെയുള്ള 943 ഗ്രാമപഞ്ചായത്തുകളിൽ 500 കടന്നുള്ള കുതിപ്പാണ് UDF നടത്തിയത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും വലിയ ആത്മവിശ്വാസം UDF-നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പ്രത്യേകിച്ചും ആദ്യം തന്നെ സ്ഥാനാർത്ഥികളെ നിർത്തുകയും പരമാവധി തർക്കങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുകയും അതത് സ്ഥലങ്ങളിലെ പ്രശ്നങ്ങളൊക്കെ വളരെ വേഗത്തിൽ പരിഹരിക്കുകയും ചെയ്തതുകൊണ്ടാണ് ഒരു ടീം UDF എന്ന നിലയിൽ നിന്നതുകൊണ്ടാണ് ഈ വിജയം എന്നുള്ളതാണ് UDF-ന്റെ ആദ്യഘട്ട വിലയിരുത്തൽ. LDF-ന്റെ വിലയിരുത്തലാകട്ടെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ വിവാദങ്ങളൊക്കെ തിരിച്ചടിയായി എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഈ സ്വർണ്ണപ്പാളി വിവാദം തിരിച്ചടിയായിട്ടുണ്ട്. അതിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദം ഉയർത്തി കാണിച്ചപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം വന്ന ഉടൻ തന്നെ കോൺഗ്രസിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റി നിർത്തുന്നു. അതേസമയം ഈ മുൻ MLA ആയ പത്മകുമാറിനെ ഉൾപ്പെടെ ഈ ജയിലിലായതിനു ശേഷവും സംരക്ഷിച്ചു പിടിക്കുന്ന നിലപാട് എന്ന നിലയിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഒപ്പം തന്നെ പ്രത്യേകിച്ചും തിരുവനന്തപുരം നഗരസഭയിൽ ഉൾപ്പെടെ മറ്റ് പല ഘടകങ്ങളും അതുമായി ബന്ധപ്പെട്ട് തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വിലയിരുത്തുന്നത്. എന്തായാലും ഇനി കൂട്ടിക്കിഴിക്കലുകളുടെ കാലമാണ് എന്നുള്ളതാണ്. ഇരു മുന്നണികളിലും ആ നിലയിൽ തന്നെ ഉണ്ടാവും. ഒപ്പം BJP-യുടെ വളർച്ചയും രണ്ട് മുന്നണികളും ഗൗരവത്തിൽ തന്നെ പരിശോധിക്കുകയും ചെയ്യും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.